ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ അതെൻ്റെ ലൈഫിലെ വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം എനിക്ക് നല്ല ടെൻഷനുണ്ട്. എത്രയൊക്കെ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു മൊമെൻ്റ് അടുക്കാറാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ വരും അല്ലേ. ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സാണ്. ഇവരെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ഹാപ്പി മൊമെൻറ്റ്സിലും എൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ ഉണ്ടാകുന്ന ആളുകളാണ്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 7 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള കൊളീഗ്സാണ്. ഇവരെ കണ്ടാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഞാൻ ടെൻഷനായിട്ട് ഇരിക്കുകയെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വർക്കിന് കയറുന്നതിന് മുമ്പായിട്ട് അവർ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ മീറ്റ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ പൾസ് അതേപോലെ തന്നെ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഞാൻ ഫിസിക്കലി ഫിറ്റാണ് എന്ന് കണ്ടതിന് ശേഷമാണ് നമ്മളെ സെക്ഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ പേരൻസും അവരെ കൂടെ തന്നെ ഉണ്ട്. ഈ ഒരു ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റാലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം മകളെ കെയർ ചെയ്യുന്ന പോലെയാണ് ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഓരോരുത്തരും എന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹെഡ് നേഴ്സാണുള്ളത്. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇതിനകത്താണ് നമ്മളുടെ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത്. ഈ ആളെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയെന്ന്. ഒന്നുമല്ല, ഇത് വെറും പ്രഹസനാട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, പറഞ്ഞതിലും കൂടുതൽ സമയം എടുത്തതുകൊണ്ട് ആളുടെ മുഖത്ത് ശരിക്കുമുള്ള ടെൻഷൻ കാണാൻ പറ്റി. അപ്പോൾ ദാ നമ്മളെ ഡെലിവറി കഴിഞ്ഞു. നമ്മളുടെ ബേബി ബോയ് അറൈവ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 1 അവർ കഴിയുമ്പോൾ തന്നെ നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ. പക്ഷേ ബേബിക്ക് മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്, ഞാനും കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.